നമസ്കാരം. ശബരിമലയിലെ നാളെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു. കുറെ യുക്തിവാദികൾ ഈ ഇടതുപക്ഷ സർക്കാർ എന്തിനാണ് അയ്യപ്പ സംഗമം പോലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യവുമായി വിമർശിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ നാളെ നടക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഓരോ പരിപാടികളും പരിശോധിച്ച് നോക്കിയപ്പോൾ ശരിക്കും ഇവർ ഈ ഒരു ഒറ്റബുദ്ധി വിമർശനത്തിനൊന്നും ഒരു പ്രസക്തിയില്ലെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ടൂറിസം സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് കുറെ കൂടി വിപുലമായ ടൂറിസം സാധ്യതകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. അതായത് സ്പിരിച്വൽ ടൂറിസം, റിലീജിയസ് ടൂറിസം എന്നൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സ്പിരിച്വൽ ടൂറിസത്തിനുള്ള സാധ്യതകൾ വളരെയധികമാണ്. പള്ളികൾ, മോസ്കുകൾ, ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ, ശബരിമലയിലൊക്കെ ഈ സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ സാധ്യത വളരെ വലുതാണ്. ഇത്തരം സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ, നാടിന് കൂടുതൽ പ്രയോജനകരമാകുന്ന രീതിയിൽ ഇവിടെയെല്ലാം ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓരോ സെഷനുകളും എങ്ങനെയുള്ളതാണെന്നൊന്ന് നോക്കി. അപ്പോൾ അതിൽ ഒരു സെഷൻ എന്ന് പറയുന്നത് ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ശബരിമലയിലെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് മറ്റ് പ്രധാന സെഷനുകൾ. അതിൽ പറയുന്ന ഒരു സെഷൻ അതിൻ്റെ ആ സെഷൻ ഇങ്ങനെയാണ്: ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ എന്നാണ്. അതായത് ഈ ആത്മീയ ടൂറിസത്തിൻ്റെ സാധ്യതകളെ, അത് ഈ ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അത്തരം കാര്യങ്ങളെ കൂടുതൽ പ്രയോജനകരമാകുന്ന രീതിയിൽ അത്തരം ടൂറിസം സാധ്യതകളെ ഉപയോഗിക്കാനും. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് ഈ സെഷനുകളിലൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യക്ക് പുറത്തൊക്കെ വളരെ പ്രയോജനകരമായ രീതിയിൽ മറ്റു രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ആത്മീയ ടൂറിസം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം അല്ല നമ്മൾ ചിലപ്പോൾ പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ പോകുന്നത്. അവിടുത്തെ നിർമ്മിതി, അല്ലെങ്കിൽ ആ പറയുന്ന പള്ളിയുടെയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെയോ ചരിത്രം, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ, ഈ ആത്മീയ ടൂറിസത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഭാവിയിൽ എനിക്ക് തോന്നുന്നു പല ക്ഷേത്രങ്ങളും ഈ പറയുന്ന പള്ളികളും നമുക്ക് ആരാധനയ്ക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലങ്ങളായിരിക്കില്ല. മറിച്ച് അത് ടൂറിസത്തിൻ്റെ സാധ്യതകളെ, അല്ലെങ്കിൽ ടൂറിസത്തിനുള്ള അവസരങ്ങളായിരിക്കും. ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നവർ, പ്രാർത്ഥിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ പോകുന്നവർ എന്നതിനേക്കാൾ ഈ പറയുന്ന പള്ളികളിലും ക്ഷേത്രങ്ങളിലും അതിൻ്റെ നിർമ്മിതി കാണാൻ വേണ്ടി വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വരുന്നവരായിരിക്കാം. ഇതെല്ലാം ടൂറിസത്തിൻ്റെ സാധ്യതകളാണ്. അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട്, ഈ പറയുന്ന സ്പോട്ടുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഈ പറയുന്ന ടൂറിസവുമായി ബന്ധപ്പെട്ട സാധ്യതകൾ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇത്തരം പരിപാടികളിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങളടക്കം ടൂറിസത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്താനും തൊഴിലവസരങ്ങളടക്കം കൂടുതൽ സൃഷ്ടിച്ചുകൊണ്ട് ആ ഒരു പ്രദേശത്തിന് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം പരിപാടികളിലൂടെ മുന്നോട്ട് പോകാനും സർക്കാരിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.